ആനച്ചന്തവും പൂരപ്പെരുമയും മേളപ്പെരുക്കവുമായി ആറാട്ടുപുഴ ഉത്സവലഹരിയിൽ ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്തത് 24 ദേവീദേവന്മാർ. 30 മുക്കോടി ദേവഗണങ്ങൾ എത്തുമെന്ന് വിശ്വസിക്കുന്ന ദേവസംഗമത്തിനായി കാത്തിരിക്കുകയാണ് ഏവരും. രാവിലെ നടന്ന തൊട്ടിപ്പാൽ പകൽപൂരം ആവേശമായി മാറി. തൊട്ടിപ്പാൽ പൂരം കഴിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവ് തിരിച്ചെത്തിയതോടെ നിത്യപൂജകൾക്ക് ശേഷം 15 ആനകളുടെ അകമ്പടിയോടെ പടിഞ്ഞാറേ നടയിൽ ശാസ്താവിന്റെ പൂരം ആരംഭിച്ചു. പാമ്പാടി രാജൻ തിടമ്പേറ്റി. 250-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളത്തിന് പെരുവനം സതീശന്മാരാർ പ്രാമാണികത്വം വഹിച്ചു. രാത്രി 10:30 പഞ്ചാരിമേളം കുട്ടിക്കലാശിച്ചാൽ തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്നാരായുന്ന ചടങ്ങിനായി 7 ആനകളുടെ അകമ്പടിയോടെ 7 കണ്ടം വരെ പോകും. മടക്കയാത്രയിൽ ശാസ്താവ് നിലപാട് തറയിൽ ഏവർക്കും ആതിഥ്യമരുളി. ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് നിൽക്കും. ചാത്തക്കുടം ശാസ്താവിന്റെ പൂരത്തിന് ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തക്കുടം ശാസ്താവിന് നിലപാട് നിൽക്കാൻ ഏൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് മടങ്ങും. തേവർ കൈതവളപ്പിലെത്തുന്നതുവരെ വിവിധ പൂരങ്ങൾ നടക്കും. രാത്രി 11 മണിയോടെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ തൊട്ടിപ്പാൽ ഭഗവതിയോടൊപ്പം ചാത്തക്കുടം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് ആദ്യം. ഈ സമയം തന്നെ നെട്ടിശ്ശേരി ശാസ്താവ് 5 ആനകളുടെ അകമ്പടിയോടും പാണ്ടിമേളത്തോടും കൂടി എഴുന്നള്ളും. 12ഓടെ എടക്കുന്നി ഭഗവതിയുടെ പൂരം ആരംഭിക്കും. 1ഓടെ അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാരുടെ പൂരങ്ങൾ 6 ആനകളും പഞ്ചാരിമേളവുമായി എത്തും. ഈ സമയം തന്നെ പുന്നിലാർക്കാവ് കടുപ്പശ്ശേരി പിഷാരിക്കൽ ഭഗവതിമാർ 5 ആനകളുടെയും പഞ്ചാരിമേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളും. തുടർന്ന് തൃപ്രയാർ തേവരുടെ പൂരം കൈതവളപ്പിൽ എത്തിച്ചേരും. വലിശ്ശേരി സെന്റർ മുതൽ പൂരപ്പാടം വരെ 5 ആനകളും അവിടെ നിന്ന് കൈതവളപ്പ് വരെ 11 ആനകളും അകമ്പടിയാകും. ആദ്യം പഞ്ചവാദ്യവും തുടർന്ന് 21 ആനകൾ അണിനിരക്കുന്ന പാണ്ടിമേളവും നടക്കും. പാണ്ടിമേളം അവസാനിക്കുന്നതോടെ തേവരുടെ ഇടതുഭാഗത്ത് ചാത്തുകുടം ശാസ്താവിനോടൊപ്പം ഉരകത്തമ്മയും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയുമായി 70ഓളം ആനകൾ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. കൂട്ടിയെഴുന്നള്ളിപ്പ് അവസാനിച്ച് മന്ദാരംകടവിലെ ആറാട്ടിന് ശേഷം ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ആറാട്ടുപുഴ പൂരത്തിന് സമാപനമാകും.